അപ്പോൾ അടുത്തത് കെയ്ലീസ് ഫോർമുലയാണ്. ഈ ഒരു തിയറം പറയാൻ വേണ്ടിയിട്ടായിരുന്നു നേരത്തെ രണ്ട് ലെമ്മാസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെയ്ലീസ് തിയറം പറയുന്നതാണ് ടോ ഓഫ് കെ എൻ, അതായത് കംപ്ലീറ്റ് ഗ്രാഫിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഈക്വൽ ടു n റൈസ് ടു n മൈനസ് 2. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടിസസ് ആണ്, വേർ കെ എൻ ഈസ് എ ലാബിൾഡ് കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ n വെർട്ടിസസ് വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഇതിൽ തിയറത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ടോ ഓഫ് കെ എൻ ഈക്വൽ ടു n റൈസ് ടു n മൈനസ് 2 ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. The total number of trees Tn with vertices v1, v2, etc. vn is obtained by summing over all possible sequence d1, etc. dn with summation I from 1 to n di equal to 2 into n minus 1, അതായത് 2n minus 2. ഇത് നമുക്കറിയാം. അപ്പോൾ ഇനി എന്താണ് ടോ ഓഫ് കെ എൻ എന്ന്, അപ്പോൾ എന്ത് കിട്ടും? നേരത്തെ ഒരു തിയറത്തിന്റെ ലെമ്മയുടെ പ്രൂഫ് എന്ന് തന്നെ അതിന്റെ അതേ ഒരു ഇതിൽ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ ഡി ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 n minus 2 ഫാക്ടോറിയൽ ബൈ d1 minus 1 factorial etc. dn minus 1 factorial where with summation I from 1 to n di equal to 2n minus 1. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഡി ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു റീപാരാമീറ്ററൈസ് ചെയ്യുക. ഇതന്നെ എന്തിന് ഈക്വലന്റ് ആണ്? സമ്മേഷൻ കെ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഡി ഐക്ക് പകരം എന്തായി? കെ ഐ ആയി. n minus 2 factorial divided by k1 factorial, k2 factorial, etc. kn factorial with summation I from 1 to n ki equal to n minus 2. ഇവിടെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഈക്വലന്റ് ആയത്? നമ്മൾ എന്താ ചെയ്തിട്ടുള്ളൂ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? കെ ഐ ഈക്വൽ ടു ഡി ഐ മൈനസ് 1. ഡി ഐ മൈനസ് 1 എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുത്തു? കെ ഐ കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ഡി ഐ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഡി ഐ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എന്താ? 1 മൈനസ് 1 വരും. അപ്പോൾ കെ ഐ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നു. ഇനി d1 മൈനസ് 1 എന്താവും? k1 ആവും. d2 മൈനസ് 1 k2 ആവും. dn മൈനസ് 1 kn ആവും. അതുപോലെ ഈ കണ്ടീഷനോ സമ്മേഷൻ I from 1 to n di equal to 2n minus 1. ഇതിന്ന് ki എന്ന് പറഞ്ഞാൽ എന്താ? di മൈനസ് 1 ആണ്. അപ്പോൾ di എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ki പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ സമ്മേഷൻ ki പ്ലസ് 1 ഈക്വൽ ടു ആണ് എന്ത്? 2n മൈനസ് 2 വരിക. അപ്പോൾ ഈ സമ്മേഷൻ kn പ്ലസ് 1 എന്നുള്ളത് ഈ 1ഉം n ടൈം സമ്മേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ n ടൈംസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ന് വരും. അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? 2n മൈനസ് 2 മൈനസ് n എന്ന് വരും. അതായത് n മൈനസ് 2 എന്ന് കിട്ടും. അപ്പോൾ ഇതും തമ്മിൽ എന്താണ്? രണ്ട് ഈക്വലന്റ് കണ്ടീഷനാണ്. ഇതെന്താണ്? n റൈസ് ടു n മൈനസ് 2ന്റെ എക്സ്പാൻഷൻ ആണ് ഈ കാണുന്ന സാധനം. അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ള എന്താണ്? ഒരു ജനറൽ ടേം എക്സ്പാൻഷൻ ഉണ്ട്. എന്താണ്? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn ഹോൾ റൈസ് ടു m is equal to summation k greater than is equal to 0 x1 raised to k1 x2 raised to k2 etc. xn raised to kn divided by k1 factorial k2 factorial etc. kn factorial into m factorial. ഇവിടെ ഒരു ചെറിയ കണ്ടീഷൻ എന്താണ്? m എന്ന് പറഞ്ഞാൽ എന്താണ്? k1 പ്ലസ് k2 പ്ലസ് എക്സെട്ര kn ഈക്വൽ ടു m ആണ്. ഇപ്പൊ ഇതിൽ എന്താ? ഈ ഒരു എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് അറിയോ? ഈ റൈറ്റ് സൈഡ് നോക്കുക. ഇവിടെ ഈ x1 x2 etc. xn എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്താണ്? 1 റൈസ് ടു m എന്ന് വരും. ഈ m എന്തായിട്ട് എടുത്തു? n മൈനസ് 2 ആയിട്ട് എടുത്തു. അപ്പൊ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ n റൈസ് ടു n മൈനസ് 2 എന്ന് വരും. അതായത് ഓരോ x1നും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര n ടൈംസ് 1 വരും. അപ്പൊ അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ n വരും. m ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? n മൈനസ് 2. അപ്പം ലെഫ്റ്റ് സൈഡ് എന്ത് വരും? n റൈസ് ടു n മൈനസ് 2 എന്ന് തന്നെ വരും. റൈറ്റ് സൈഡ് നോക്കുക. x1 x2നൊക്കെ എന്താ കൊടുക്കുന്നത്? 1 ആണ് കൊടുക്കുന്നത്. അപ്പം 1 റൈസ് ടു k1 1 റൈസ് ടു k2 എക്സെട്ര 1 റൈസ് ടു kn എന്ന് വരും. അതെല്ലാം എന്താവും? ഈ ടേം കംപ്ലീറ്റ് 1 ആവും. ഇൻറ്റു m ഫാക്ടോറിയൽ ഉണ്ട്. m എന്താണ്? n മൈനസ് 2 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ അത് n മൈനസ് 2 ഫാക്ടോറിയൽ ആവും. അതുപോലെ ഡിവൈഡഡ് ബൈ k1 k2 എക്സെട്ര kn ഫാക്ടോറിയൽ ഉണ്ട്. വിത്ത് k1 പ്ലസ് എക്സെട്ര kn ഈക്വൽ ടു m ആവണം. അപ്പോൾ ഈ കണ്ടീഷനൊക്കെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്താ? m ഈക്വൽ ടു എന്താണ്? നമ്മുടെ അടുത്ത് n മൈനസ് 2 ആണ്. ആ സമ്മേഷൻ ki ഈക്വൽ ടു n മൈനസ് 2 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്താണ്? ഈ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതിന് ഈക്വലന്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് എന്താ കണ്ടീഷനിൽ? x1 എക്സെട്ര xn ഈക്വൽ ടു 1 ആവുന്ന കണ്ടീഷനിൽ വിത്ത് k1 പ്ലസ് k2 എക്സെട്ര km ഈക്വൽ ടു m വേർ m ഈക്വൽ ടു n മൈനസ് 2 ആവുന്ന കേസിൽ ഇതിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ റൈറ്റ് സൈഡിനോട് ഈക്വൽ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര റൈസ് ടു m, അതായത് n റൈസ് ടു n മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. ഇത്രയാണ് ഈ തിയറം പറയുന്നത്. ഇത് നേരത്തെ കൊറോളറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറാണ്. അപ്പോൾ ഇതോടുകൂടെ സെക്കൻഡ് മൊഡ്യൂൾ അവസാനിച്ചിട്ടുണ്ട്.